ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ കൺസെഷൻ്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരുപാട് കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം എനിക്ക് കമൻറ്റ് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കമൻസിനൊക്കെ. എന്നാലും ഞാൻ അതിൽ കുറച്ച് കമൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ വെച്ചെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവർക്ക് വൈറ്റ് കൺസെഷൻ കാർഡ് ഇല്ലേ, അതെങ്ങനെ ലഭിക്കുക? പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാലും നമുക്ക് കൺസെഷൻ എടുക്കാൻ പറ്റും. നമ്മൾ അപ്ലൈ ചെയ്യണം. കോളേജിൽ നമ്മളത് കോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങി നമ്മൾ എന്ത് ചെയ്യണം, സാധാ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൽ മാത്രം പഠിച്ചാൽ നമുക്ക് കൺസെഷൻ കിട്ടുമെന്ന് ഇല്ല. ഇപ്പോൾ നമ്മൾ സെൽഫ് ഫിനാൻസ് ആയാലും അല്ലാത്ത അത് നമ്മൾ കോളേജിൽ തിരക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ കോളേജിൽ ഹെഡ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ചോദിക്കണം. അടുത്തതെന്ന് വെച്ചാൽ, കൺസെഷൻ കാർഡ് എങ്ങനെ റിന്യൂ ചെയ്യാമെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ തൊട്ട് ഓൺലൈൻ വഴിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് സാധാരണ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്കിപ്പോൾ ഒരു ആപ്പുണ്ട്, KSRTC കൺസെഷൻ എന്ന് പറഞ്ഞ് നമുക്കൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ നമ്മൾ ഒരു തവണ അപ്ലൈ ചെയ്ത് എല്ലാ സംഭവങ്ങളൊക്കെ കൊടുത്ത് ഒരു തവണ കാർഡ് നമ്മളെ കയ്യിൽ കിട്ടിയാൽ പിന്നെ റിന്യൂ ചെയ്യുമെന്നും പറഞ്ഞ് വേറൊരു ഓപ്ഷൻ പിന്നെ വരുന്നില്ല. പിന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ പഴയതെല്ലാം കഴിഞ്ഞ തവണ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്നാൽ മാത്രമേ പുതിയ കൺസെഷൻ കാർഡ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒന്നിൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എനിക്ക് കാര്യവട്ടത്ത് നിന്ന് എനിക്ക് കാര്യവട്ടം, അതായത് രണ്ട് സ്ഥലങ്ങളെ കുറിച്ചാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കാര്യവട്ടമാണ് കോളേജ്. അപ്പോൾ രണ്ട് കൺസെഷൻ കാർഡ് വേണ്ടി വരും. ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തോട്ട്, ആ സ്ഥലത്തു നിന്ന് അടുത്ത കാര്യവട്ടത്തോട്ട്. അപ്പോൾ 2 വട്ടം അപ്ലൈ ചെയ്യണോ? വേണ്ട, 2 വട്ടം അപ്ലൈ ചെയ്യേണ്ട. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ പ്ലേസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെ ഒരു സൈഡിൽ ഒരു പ്ലസ് ചിഹ്നമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എവിടം തൊട്ടാണെങ്കിൽ, ഇപ്പം തമ്പാനൂർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെ, മെഡിക്കൽ കോളേജിൽ നിന്ന് വീണ്ടും അടുത്ത കാര്യവട്ടത്തോട്ട്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ കൊടുക്കാൻ പറ്റും. അല്ലാതെ നമ്മളിത് ഓൾറെഡി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം വീണ്ടും ഒന്നേന്ന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2 നമുക്ക് ഒറ്റ ആപ്ലിക്കേഷനിൽ തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ റിജക്റ്റ് ആയി വന്നു, റീസൺ എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. കോഴ്സ് സർട്ടിഫിക്കറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവൽ ഫോം ആൻഡ് റിക്വസ്റ്റ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ കോളേജുകാരാണോ ഇത് ചെയ്യേണ്ടത്, അതോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അറിയാമെങ്കിൽ പറയുക. അതായത് ഇപ്പം നമുക്ക് ഒരു തവണ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റിജക്റ്റ് ചെയ്യുകയാണ് അവർ. അപ്പോൾ നമുക്ക് റെഡിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ റിജക്റ്റഡ് ആണെന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അവർ നമ്മളെ റിജക്റ്റ് ചെയ്തതെന്നുള്ള റീസൺ താഴെ തന്നിരിക്കും. കോഴ്സ് സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ ഡേറ്റ് കാലാവധി കഴിഞ്ഞെന്നാണോ, അല്ലെങ്കിൽ ആധാറിൻ്റെ ഫ്രണ്ട് ഇല്ലേ, ബേക്ക് ഇല്ലേ, ഫോട്ടോ ക്ലിയർ ഇല്ലേ, ഇപ്പോൾ അഡ്രസ്സ് 2 അഡ്രസ്സുകൾ. അപ്പോൾ അത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് അവർ താഴെ തന്നിരിക്കും. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം തിരുത്തിയിട്ടായിരിക്കണം പിന്നെ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യാനുള്ളത്. അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എന്തൊക്കെ പ്രോസസ്സ് ചെയ്തു അതെല്ലാം വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ എന്താണോ നമ്മൾ റിജക്റ്റ് റീസൺ, അത് നമ്മൾ പരിഹരിച്ച് വേണം അടുത്ത അപ്ലൈ ചെയ്യാൻ. നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുമോ? പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി, അതായത് നമുക്ക് ഒരു മെസ്സേജ് വരും, ഇന്ന ദിവസം നമ്മൾ വന്ന് കൺസെഷൻ കാർഡ് കൈപ്പറ്റണം, വരുമ്പോൾ ഫോട്ടോ കൊണ്ടുവരണം, ID കാർഡ് കൊണ്ടുവരണം, കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. സത്യം പറഞ്ഞാൽ ഇതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യം നമ്മുടെ ഡിപ്പോയ്ക്ക് ഉണ്ടായിരുന്നില്ല. പല ഡിപ്പോയ്ക്കും പല ഇതായിരിക്കും, പറയാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ ഡിപ്പോയ്ക്ക് ഇതിൻ്റെയൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഫോട്ടോ മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നു. പക്ഷേ എല്ലാവരുടെ ഡിപ്പോ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. സോ അവർക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. അപ്പം പ്രിൻ്റ് ഔട്ട് കൂടെ കൊണ്ടുപോകാൻ വേണ്ടി അവിടെ പറയുന്നുണ്ട്. പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. എനിക്ക് 2 ബസ് കയറണം, പോയി വരാൻ. അപ്പോൾ റൂട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആപ്ലിക്കേഷനിൽ അവിടെ കാണാൻ പറ്റും, പ്ലസ് ചിഹ്നമുണ്ട്. അതിൽ നമുക്ക് റൂട്ട് ഇപ്പോൾ രണ്ടാണെങ്കിൽ 2 കൊടുക്കാം, 3 ആണെങ്കിൽ 3 കൊടുക്കാം. അതൊക്കെ ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റ് കഴിഞ്ഞു, എന്താണ് ചെയ്യേണ്ടത്? പേയ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്കവിടെ സക്സസ് ആയി. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേ വഴിയായിരിക്കും, ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ടിക്ക് വീണ് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ നമുക്ക് പിന്നെ മെസ്സേജ് വരത്തൊന്നുമില്ല. നമുക്ക് പ്രൊഫൈലിൽ കയറിയാൽ നമ്മൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ 2 ദിവസം കഴിയും, 2, 3, 4 അതൊക്കെ ഓരോ ഡിപ്പോയുടെ ഇതനുസരിച്ചിരിക്കും. കഴിയുമ്പോൾ നമുക്ക് ഇൻബോക്സിൽ മെസ്സേജ് വരും, ഡിയർ ആരാണോ ആപ്ലിക്കൻ്റ് അവരുടെ നെയിം വെച്ചിട്ട് ഇന്ന ദിവസം ഇത്ര മണിക്ക് വന്ന് ഡിപ്പോയിൽ ഇന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് എന്ത് ചെയ്യണം, കൺസെഷൻ കാർഡ് കൈപ്പറ്റണം എന്നുള്ള കാര്യം ഇൻബോക്സിൽ മെസ്സേജ് വരും. അപ്പോഴാണ് നമ്മൾ പോകേണ്ടത്, അല്ലാതെ പറ്റത്തില്ല. അല്ലാതെ ഇത് ഉടനെ കഴിയാൻ പറ്റില്ല. സോ അതിൽ കാണിക്കുന്ന കോളേജ് നെയിം ഉള്ളവർക്കാണോ കൊടുക്കാൻ പറ്റൂ? അതെ. അതായത് ഇപ്പോഴാണ് ഈ പുതിയ ഓൺലൈൻ സംഭവം വന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ കോളേജിൻ്റെ പേരാണോ കിടക്കുന്നത് ആ കോളേജുകാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇനി കോളേജിൻ്റെ പേരില്ലെങ്കിൽ ആദ്യം കോളേജിൽ പോയി പറയുക, എന്നിട്ട് പറയുക കൺസെഷൻ കാർഡ് അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, കോളേജിൻ്റെ പേരിൽ അപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്ത് അവരാണ് നമ്മുടെ കോളേജിൻ്റെ പേരിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് കൺസെഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് വന്നിട്ടുള്ളത്, സെൽഫ് ഡിക്ലറേഷൻ എന്തു ചെയ്യും?
അതായത് ഇപ്പം നമ്മൾ കോളേജിൽ ഇപ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ട്. കോളേജിലെ സ്റ്റുഡൻസിനാണെങ്കിൽ ഈ സെൽഫ് ഡിക്ലറേഷൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ നമുക്കിപ്പോൾ വേണമെങ്കിൽ പണ്ട് നമ്മളൊരു കൺസെഷൻ അപ്ലൈ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിപ്പോയി ഈ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് നമ്മളൊരു ഫോം വാങ്ങി ഫില്ല് ചെയ്തിട്ട് കോളേജിൽ കൊണ്ടുപോയി സീൽ ചെയ്യും, ഫോട്ടോയുടെ ബാക്കിൽ സീൽ ചെയ്യും, ആ ഒരു പ്രോസസ്സ് ഇല്ലേ. അങ്ങനെ വേണമെങ്കിൽ ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ, അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതല്ലേ, അന്ന് ഓഫീസ് യൂസ് ഉണ്ട് നമ്മുടെ കോളേജിൻ്റെ. അപ്പോൾ അതെല്ലാം കൂടെ ഒറ്റ ഫോമിലായിരുന്നു പണ്ട്. വേണമെങ്കിൽ അത് വയ്ക്കാം. നമുക്കിപ്പോൾ കോളേജ് സ്റ്റുഡൻസിന് അത് നിർബന്ധമില്ല, അതുകൊണ്ട് നമ്മളൊന്നും വെച്ചില്ല. ഇനി അത് വേണ്ട. ID കാർഡ് ഇല്ല, ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് മതിയോ ഫോർ +1 സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ ഒരു സ്കൂളിലോട്ട് കയറി പെട്ടെന്ന് നമുക്ക് ID കാർഡ് കിട്ടൂല, സ്വാഭാവികം. പക്ഷേ ID കാർഡ് ഇല്ലെങ്കിലും നമുക്ക് അവിടെ ടെമ്പററി ID കാർഡ് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോളേജിൽ പോയിട്ട് അതിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇപ്പോൾ +1 +2 ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് സ്കൂളിൽ പോയി പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവർ ടെമ്പററി ഒരു പേപ്പറിലൊരു ടെമ്പററി ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു ഒരു സംഭവം തരും, ഒരു ID കാർഡ് ടെമ്പററി ആയിട്ട് നമുക്ക് കിട്ടും. അത് കൊടുത്താൽ മതി, അത് കൊടുത്താൽ നമുക്ക് കൺസെഷൻ കിട്ടും. പക്ഷേ ID കാർഡ് ഇല്ലാതെ കിട്ടത്തില്ല. പിന്നെ APL ആണ്, ബട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ചോദിച്ചില്ല. പിന്നെ ഈ സെൽഫ് ഡിക്ലറേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? APLകാർക്കാണെങ്കിൽ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പം വരുമാനം, ടാക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ പുതിയ നിയമമൊക്കെ വന്നിട്ടുണ്ട്. BPLകാർക്കാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. BPL എന്ന ഓപ്ഷൻ കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ റേഷൻ കാർഡ് വെച്ചാൽ മാത്രം മതിയാവും. പക്ഷേ APLകാർക്കാണെങ്കിൽ ടാക്സ് അടയ്ക്കുന്നുണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നീട് ചോദിക്കും. അപ്പോൾ അതനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. കൺസെഷൻ തീർന്നു, അപ്പോൾ റിന്യൂ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന്? റിന്യൂ ചെയ്യാൻ നമ്മൾ വീണ്ടും എല്ലാം ഒന്നേന്നേ അപ്ലൈ ചെയ്യണം. അല്ലാതെ പുതിയൊരു റിന്യൂ എന്നും പറഞ്ഞുള്ളൊരു ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അല്ലെങ്കിൽ സൈറ്റിൽ ഞാൻ കണ്ടില്ല. വേറെ എല്ലാം നമ്മൾ കഴിഞ്ഞ തവണ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്കിയെല്ലാം ഈ ചോദിച്ച ഒരു ബസ്സിലെ യാത്ര ചെയ്യേണ്ടോ? അപ്പോൾ ചേച്ചി ഫ്രം ടു 2 വട്ടം ഇല്ലേ? ഞാൻ വെച്ചു റിട്ടേൺ ആയിട്ട് വരുമ്പോൾ വീണ്ടും ആക്കണം വെച്ചു 2 വട്ടം സെയിം സ്ഥലം ചെയ്തു. എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? എഡിറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു തവണ എല്ലാം കൊടുത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആയാൽ പിന്നെ നമുക്ക് അതിൽ പിന്നെ ഇനി എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റൂല. അതായത് 3 സെക്ഷനായിട്ടാണ്. ആദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ഡീറ്റെയിൽസ്, പിന്നെ കോളേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, പിന്നെ ലാസ്റ്റ് നമ്മുടെ സംഭവങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലമാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാനേ പറ്റത്തില്ല. കാരണം നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും, മെസ്സേജിൽ വരും, പിന്നെ ഒന്നും പറ്റത്തില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമതൊന്നുകൂടെ അപ്ലൈ ചെയ്യണം. ഈസ് ദെയർ എനി സൈറ്റ് ടു അപ്ലൈ ഫോർ പ്രൈവറ്റ് ബസ് കൺസെഷൻ കാർഡ്? പ്രൈവറ്റ് ബസ്സിന് ഈ ഇടയ്ക്ക് പത്രത്തിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സിൽ പോകുന്നവർക്ക്, അതായത് സാധാരണ ഇപ്പം ST കിട്ടും, അതായത് 2 രൂപ 5 രൂപ ST കിട്ടും. ഇപ്പോൾ ഈ ഇടക്കാലത്തൊരു ന്യൂസ് വന്നതെന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ്സിൽ പോകുന്നവർക്കും നമ്മളിതുപോലെ ഓൺലൈനിൽ ഇത് അപ്ലൈ ചെയ്യണം. ST കിട്ടണമെങ്കിൽ നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് അതിനുള്ള ഇതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ സെപ്റ്റംബർ തൊട്ട് തുടങ്ങുമെന്നാണ്, ഒക്ടോബർ തൊട്ട്, ഈ മാസം തൊട്ട് തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് 4 ആയി. പക്ഷേ ഇതുവരെ ഞാൻ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അങ്ങനത്തെ ഒരു ഇത് നിലവിൽ വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ മാസം പത്രത്തിലുണ്ടായിരുന്നു ഇതുപോലെ എല്ലാം ഓൺലൈൻ ആകും എന്നുള്ളത്. ഇതാകുമ്പോൾ ഡയറക്റ്റ് നമുക്ക് പ്രൈവറ്റ് ബസ്സിലാകുമ്പോൾ 2 രൂപ 5 രൂപ കൊടുത്താൽ മതി, നമുക്ക് എവിടെയെന്ന് വെച്ചാൽ പോവാം. സ്റ്റുഡൻസിന് ഓൺലി, ബാക്കി ആർക്കും അല്ല. അപ്പം നിലവിൽ ഇതുവരെ പ്രൈവറ്റ് ബസ്സിൽ കൺസെഷൻ കാർഡ് എത്തിയിട്ടില്ല. അവിടെ ST ആണ് 2, 5 ആ ഒരു ഇത്. പിന്നെ കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണോ? കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണം. നമ്മളിപ്പോൾ കോളേജിലാണെങ്കിൽ എന്തായാലും കോഴ്സ് സർട്ടിഫിക്കറ്റ്, അതിന് കാലാവധി ഉണ്ട്. ഇപ്പോൾ നമ്മൾ 3 മാസത്തെ കാലാവധിക്കാണ് കോഴ്സ് സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ ആ 3 മാസത്തിനുള്ള കൺസെഷനേ കിട്ടുള്ളൂ. ഇനി 1 മാസം കാലാവധി ഉള്ളെങ്കിൽ 1 മാസത്തിന് കൺസെഷനേ കിട്ടുള്ളൂ. അപ്പോൾ കോഴ്സ് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് അതിലെ ഡേറ്റ് അനുസരിച്ച് അവർ നമുക്ക് കൺസെഷൻ കാർഡ് തരത്തുള്ളൂ. കാർഡിൽ കൊടുത്ത പ്ലേസിൽ നിന്ന് തന്നെ കയറണമെന്നുണ്ടോ? ഇടയിലുള്ള സ്റ്റോപ്പിൽ നിന്ന് കയറാമോ? കയറാം. ഇപ്പോൾ ഞാനിപ്പോൾ തമ്പാനൂരിൽ നിന്ന് കാര്യവട്ടം വരെയാണ് പോണത് എന്നാണ് ഞാൻ കൺസെഷൻ കാർഡ് കൊടുത്തേക്കണേന്ന് വെച്ചോ. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വേണമെങ്കിൽ നമുക്ക് കയറാം, എന്നിട്ട് അവിടെ ഇറങ്ങാം. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം നിലവിലിപ്പം നമുക്ക് കൺസെഷനിൽ നമ്മൾ ത്രൂ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒറ്റ ബസ്സിൽ കയറിയാൽ മതിയായിരിക്കും. പക്ഷേ ത്രൂ ബസ് ഉണ്ടായിരിക്കണമെന്നില്ല. നമ്മൾ 2 ബസ്സൊക്കെ കയറിയായിരിക്കും പോകണം. എങ്കിലും നമ്മൾ സെയിം കൺസെഷൻ കാർഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഹാഫ് പതിക്കുമെന്നേ ഉള്ളൂ. പറയണം നമ്മൾ ഹാഫ് പതിച്ചാൽ മതി എന്നുള്ള കാര്യം പറയണം. ചിലർ കേൾക്കില്ല, ചിലർ വഴക്ക് പറയും, ചിലർ കേൾക്കും, ഹാഫ് തന്നെ പതിച്ച് തരും. പിന്നെ നമുക്കിപ്പോൾ എല്ലാ ബസ്സിലൊന്നും കൺസെഷൻ കാർഡ് പതിക്കത്തില്ലല്ലോ. പിന്നെ നമുക്ക് എല്ലാ സമയവും ഒരു KSRTC ബസ്സില്ല, അതുകൊണ്ട് നമ്മളെ തെറ്റല്ല. നമുക്കിപ്പം ഒറ്റ കാർഡേ ഉള്ളൂ എന്നും പറഞ്ഞ് 2 ബസ്സിൽ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ബസ്സൊന്നുമില്ല, നമുക്ക് കോളേജിൽ പോകണ്ടേ. ഒറ്റ ബസ് നോക്കി നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ അപ്പോൾ ഇടയിൽ നിന്ന് നമുക്ക് കയറാം. കാരണം നമ്മുടെ ഇടയിലുള്ള നമ്മൾ എന്തായാലും ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ.
ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലം വരെയുള്ള പേയ്മെൻറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ഇടയിൽ നിന്ന് കയറിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എഡിറ്റ് ഓപ്ഷൻ ഉണ്ടോ? നിലവിൽ എഡിറ്റ് ഓപ്ഷൻ ഇല്ല. രജിസ്റ്റർ ആയാൽ പിന്നെ നമ്മൾ വീണ്ടും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ രണ്ടാമത് അപ്ലോഡ് ചെയ്യുകയാണ്. എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല. ഗൂഗിൾ പേ ചെയ്തു, ബട്ട് എനിക്ക് കൺസെഷൻ കാർഡ് എപ്പോൾ പോയി വാങ്ങണമെന്ന് മെസ്സേജ് വന്നില്ല. സോ എന്ത് ചെയ്യണം? മെസ്സേജ് വരും. ഇപ്പോൾ നമ്മൾ ഇന്ന് ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്തെന്നും പറഞ്ഞ് ഇന്ന് തന്നെ വരത്തില്ല, ചിലപ്പോൾ നാളെയും വന്നില്ല എന്ന് വരും. അതായത് ഇപ്പം നമ്മുടെ ഡിപ്പോയിലൊക്കെ തിങ്കൾ, ബുധൻ, വെള്ളിയായിരുന്നു പണ്ട്. പിന്നെ കുറച്ച് നാൾ ബുധൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് എന്നാണോ ഡ്യൂട്ടി അന്ന് മാത്രമേ, ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടർ ആയതുകൊണ്ട് അവർക്ക് എന്നാണോ ഡ്യൂട്ടി അപ്പോൾ അന്നേ അവർ ഇതൊക്കെ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. എൻ്റെ കാർഡ് കിട്ടാൻ വേണ്ടി ഞാൻ 1.5 മാസത്തോളം, കാരണം കോളേജിൻ്റെ പേരില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ പിറകെയൊക്കെ കുറേ സമയം പോയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും സമയം എടുക്കും, കൂടിപ്പോയി 2-3 ദിവസം, അതിനുള്ളിൽ എന്തായാലും കിട്ടും. ഒരുപക്ഷെ മെസ്സേജ് വരും. മെസ്സേജ് വന്നില്ലെങ്കിൽ നമുക്ക് ഡിപ്പോയിൽ പോയി ഒന്ന് തിരക്കിയാൽ മതി. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ പറയും. കാരണം അവിടെ ഡിപ്പോയിൽ ആളുണ്ടായിരിക്കും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന. ഫീ എത്രയാണ്? 1 മന്ത്, 3 മന്ത്. ഫീസ് ഇപ്പോൾ നമ്മുടെ ദൂരം അനുസരിച്ചാണ്. ഇപ്പോൾ നമുക്ക് അടുത്താണെങ്കിൽ ഒരുപാട് പൈസ ആകത്തില്ല. എന്നാൽ ദൂരെയാണെങ്കിൽ ആ ദൂരം കിലോമീറ്റർ അനുസരിച്ചാണ് അവർ എമൗണ്ട് പറയുന്നത്, അല്ലാതെ അല്ല. അപ്പം നമുക്കത് പറയാൻ പറ്റത്തില്ല. കൺസെഷൻ കാർഡ് കിട്ടുന്നത് 1 മന്ത്, 3 മന്ത്. 1 മാസത്തിന് വേണമെങ്കിൽ എടുക്കാം, 3 മാസത്തിന് വേണമെങ്കിലും എടുക്കാം. അത് നമ്മുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കാം. എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡിലീറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ഇല്ല. ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കൊടുത്തിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ തന്നെ നമ്മളെ റിജക്റ്റ് ചെയ്തോളും. പിന്നെ തെറ്റ് തിരുത്തി വീണ്ടും ഒന്നുകൂടി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് പുതുക്കുക എന്നുള്ളത്? നമ്മൾ റിന്യൂ ചെയ്യുന്നതല്ല, പഴയ എന്താണോ ചെയ്തത് അതുപോലെ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സാധാരണ ഒരു കോഴ്സിൽ കയറിയിട്ട് 3 മാസമോ 6 മാസത്തിനുള്ളിൽ നമ്മൾ കൺസെഷൻ കാർഡ് എടുക്കണമെന്നാണ് മുൻപ്. അല്ലാത്തവർക്ക് പിന്നെ കിട്ടത്തില്ല, കാരണം ലേറ്റായി എന്നും പറഞ്ഞ് കിട്ടത്തില്ലായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം 1 ഇയർ കഴിഞ്ഞിട്ട്, ഒരു കോഴ്സ് കയറി 1 ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തപ്പോൾ കൺസെഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഓരോ നിയമങ്ങളും, പല ആളുകൾക്കും പല നിയമങ്ങളായിരിക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ച, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉള്ള മറുപടികൾ. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ മാക്സിമം റിപ്ലൈ തരാം. സോ ഗൈസ്, നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് അമർത്തിപ്പിടിച്ച് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.